വീണ്ടും നമ്മുടെ ഡേ സ്റ്റാർട്ട് ചെയ്യാണ്. ഇന്നും നാളെയും കൂടെ ഉണ്ട്, 2 ഡേയ്സും കൂടെ ഉള്ളു നമ്മൾ ഐസ്ലാൻഡിൽ. നമ്മളിപ്പോൾ നിൽക്കുന്നത് എഗ്ലിസ്റ്റർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. അപ്പോൾ നമ്മൾ ഡയമണ്ട് ബീച്ചിൽ നിന്ന് ഡയറക്റ്റായിട്ട് ഇങ്ങോട്ട് വരികയാണ് ചെയ്തത്. അതിൻ്റെ ഇടയിലുള്ള ഒരു 15 കിലോമീറ്റർ നമ്മളൊരു മൗണ്ടെയിൻ കയറി ഇറങ്ങുന്ന ഒരു ചുരം പോലത്തെ ഒരു സ്ഥലമായിരുന്നു. ബട്ട് റോഡൊക്കെ ഭയങ്കര മോശമായിരുന്നു, എക്സ്ട്രീംലി മോശമായിരുന്നു. നമുക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ നല്ല വണ്ടി എടുക്കേണ്ടത് എന്നുള്ളതൊക്കെ അപ്പോഴാണ് മനസ്സിലായത്. ആൻഡ് വണ്ടിയുടെ കോലം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, അത്രയും പൊടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ഡിഫിക്കൽട്ടി ആയിരുന്നു. നൈറ്റ് ഡ്രൈവും കൂടെ ആയതുകൊണ്ട് കുറച്ച് ഡേഞ്ചറസ് ആയിട്ട് തോന്നിയിരുന്നു. സോ എടുക്കുമ്പോൾ എപ്പോഴും നല്ല വണ്ടി നോക്കി എടുക്കാൻ ശ്രമിക്കണം. ലേറ്റ് ചെക്കൗട്ടാണ്, ലൈക്ക് ഇന്നിപ്പോൾ 11 AM ആയി, എന്നാലും കുഴപ്പമില്ല, കുറച്ച് ക്ഷീണവും കാര്യങ്ങളൊക്കെ മാറി. അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ പോകുന്ന ഡെസ്റ്റിനേഷൻസ് എന്ന് പറയുന്നത് നോർത്തിലോട്ടാണ്. നമ്മൾ ഡെറ്റിഫോസ് എന്ന് പറയുന്ന ഒരു വാട്ടർഫാൾ കവർ ചെയ്യുന്നുണ്ട്, പിന്നെ ഗൊഡാഫോസ് എന്ന് പറയുന്ന ഒരു വാട്ടർഫാളിലോട്ടും പോകാൻ ട്രൈ ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മൾ എത്തുന്നത് മിവാറ്റിൻ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. അങ്ങനെ മിവാറ്റിനും കൂടെ എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം നമ്മൾ അക്യുറേറി എന്ന് പറയുന്ന സ്ഥലത്ത് ഇന്ന് രാത്രി ആകുമ്പോഴേക്കും എത്തും. അവിടെയാണ് നമ്മൾ സ്റ്റേ എടുത്തിരിക്കുന്നത്. സോ ഇന്നത്തെ പ്ലാൻ അങ്ങനെയാണ്. ആൻഡ് ഇതാണ് ഞങ്ങൾ ഇന്നലെ സ്റ്റേ ചെയ്തത്. ഇന്നലെ രാത്രി ഞാൻ കാണിച്ചെങ്കിലും ഇരുട്ടായതുകൊണ്ട് അത്ര ക്ലിയർ ആയിട്ടുണ്ടാവില്ല. നല്ല സ്റ്റേ ആയിരുന്നു. നമ്മൾ എയർബിഎൻബി നോക്കി ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ നമുക്ക് സൗകര്യങ്ങളുണ്ടെങ്കിൽ നല്ല സുഖമായിരിക്കും. ഇത് എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള ഒരു എയർബിഎൻബി ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. സോ ഇന്ന് നമ്മുടെ ഡേ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ടു ഡെറ്റിഫോസ്. റോഡ് ട്രിപ്പിൽ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു കാര്യമായി എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതുപോലെ നല്ല ഭംഗിയുള്ള സ്ഥലത്ത് കുഞ്ഞു കുഞ്ഞു ബ്രേക്സ് എടുക്കുന്നതാണ്. അങ്ങനെ ഒരു ബ്രേക്ക് എടുത്ത് തിരിച്ച് കുറച്ച് ദൂരം കൂടെ യാത്ര ചെയ്തപ്പോഴാണ് ലാൻഡ്സ്കേപ്സ് ഒക്കെ മാറി മറിഞ്ഞത്. നമ്മളിപ്പോ ഐസ്ലാൻഡിലെ നോർത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ നിങ്ങൾക്കിപ്പോ കാണാം, നമ്മൾ നേരത്തെ സൗത്ത് നിന്ന് വരുന്ന പോലെയല്ല. സൗത്തിന് ഇത്രയും മഞ്ഞോ കാര്യങ്ങളോ ഒന്നുമില്ല. നോർത്തിലോട്ട് പോകും തോറും ഫുൾ മഞ്ഞ് കൂടി ഭയങ്കര തണുപ്പാണ്. ഇറ്റ് ഫീൽസ് ലൈക്ക് -6 ഓർ സംതിങ്. നമ്മളിപ്പോ ഒരു പാർട്ടി സ്പോട്ട് ഇവിടെ നിർത്തിയിരിക്കുകയാണ്, ജസ്റ്റ് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ. ഒന്നും കാണാനില്ല, ചുറ്റും നമുക്ക് ഈ റോഡ് മാത്രമാണ് അങ്ങ് ദൂരെ വരെ കാണാൻ കഴിയുള്ളൂ. സോ നമ്മൾ പോണ വഴിയിൽ ഇത് കണ്ടപ്പോ നിർത്തിയതാണ്. നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലോട്ട് പോവാം. ഓൾമോസ്റ്റ് 13-15 കിലോമീറ്റേഴ്സ് ആയിട്ട് ഈ മഞ്ഞുമലകളുടെ മുകളിൽ കൂടെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിലൊരു മാറ്റവും ഇല്ല. എനിക്ക് തോന്നുന്നു ഡെറ്റിഫോസ് എന്നുള്ള വാട്ടർഫാൾസും ഇങ്ങനെ ഏതെങ്കിലും ഒരു മലയുടെ മുകളിൽ നിന്നുള്ള വ്യൂ ആയിരിക്കും. ഇവിടെ നിന്ന് അങ്ങോട്ട് സ്നോ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി നമ്മൾ തിരിച്ച് ആ റിംഗ് റോഡ് സൗത്തിലോട്ടേക്ക് വരുമ്പോൾ മാത്രമായിരിക്കും ഇങ്ങനത്തെ ഒരു ലാൻഡ്സ്കേപ്പ് മാറുള്ളൂ എന്നാണ് തോന്നുന്നത്. ഇതുകൊണ്ടൊക്കെയാണ് ഈ 4x4 വണ്ടി വേണമെന്ന് നമ്മൾ പാർട്ട് 1 പറയുന്നുണ്ടായിരുന്നത്. ആൻഡ് ആൾസോ ഇതിപ്പോൾ നൈറ്റ് ആണെന്നുണ്ടെങ്കിൽ സ്നോ സ്റ്റോമും കൂടി ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വണ്ടിയിൽ സ്നോ മോഡ് നമ്മളൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ കുറച്ച് ഉപകാരം ഉണ്ടാവും. ഗൈസ്, അപ്പോൾ നമ്മളങ്ങനെ ഡെറ്റിഫോസ് വാട്ടർഫാൾസിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ്. ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഇതിങ്ങനെ ഒരു മഞ്ഞുമലയുടെ മുകളിൽ നിന്ന് ഉള്ള വാട്ടർഫാൾസ് ആണെന്നുള്ളത്. ഇവിടെ എത്തിയപ്പോഴാണ് മനസ്സിലാവുന്നത്. ഫുൾ സ്നോ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, ഫ്ലറി ഉണ്ട്, സ്നോ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്.
1 കിലോമീറ്റർ നമുക്ക് നടക്കാനുണ്ട്. നമ്മൾ നടന്നുകൊണ്ടിരിക്കുക. നല്ല തണുപ്പാണ്, നല്ലപോലെ പ്രൊട്ടക്ഷൻ ആക്കിയിട്ടാണ് നടക്കുന്നത്. സോ നമുക്ക് അങ്ങോട്ട് പോവാം. ഈ നടക്കുന്ന വഴിയിലൂടെ ഓരോ വടി കുത്തി വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. അതെന്തുകൊണ്ടാണെന്നുണ്ടെങ്കിൽ ഒരുപാട് മഞ്ഞ് വീഴുന്ന കാലഘട്ടം ആകുമ്പോൾ ആരെങ്കിലും ഈ ഭാഗത്തോട്ട് ഈ വാട്ടർഫാൾസ് കാണാൻ വരുന്ന സമയത്ത് സ്നോ നല്ലപോലെ കവർ ചെയ്യുകയാണെങ്കിൽ തിരിച്ചു വരാനുള്ള വഴി മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. സ്റ്റിക്കിൻ്റെ റെഡ് കളറിൻ്റെ അവിടെ വരെ സ്നോ കവർ ചെയ്യും. സോ അതുകൊണ്ടാണ് ഈ സ്റ്റിക്സ് ഇങ്ങനെ കുത്തി വെച്ചിരിക്കുന്നത്. നമ്മളങ്ങനെ നടന്ന് ഓൾമോസ്റ്റ് ഡെറ്റി ഫോൾസിൻ്റെ അടുത്തെത്തി. ഹൈ ഓൾട്ടിറ്റ്യൂഡും ലോ ടെമ്പറേച്ചറും കാരണം ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിരുന്നു. പക്ഷെ അവിടെ എത്തി ഈ വെള്ളച്ചാട്ടം നേരിട്ട് കണ്ടപ്പോഴാണ് ഞങ്ങൾ എടുത്ത റിസ്ക് മുതലായി എന്ന് ഞങ്ങൾക്ക് മനസ്സിലായത്. മൗണ്ടന്റെ മുകളിലായതുകൊണ്ട് എപ്പോഴും സ്നോയില് ഈ ഒരു വ്യൂ തന്നെയായിരിക്കും കിട്ടുക. ഭയങ്കര തണുപ്പാണ്. താഴെ ഐസ് കണ്ടിരിക്കുകയാണ്. നമ്മളപ്പോൾ ഡെറ്റി ഫോൾസിൽ നിന്ന് ഇറങ്ങി ഇപ്പം മെവാറ്റിൻ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് സ്റ്റേ എടുത്തിരിക്കുന്ന സ്ഥലം അവിടെ നിന്ന് കുറച്ച് ദൂരം കൂടി ഉണ്ട്. മെവാറ്റിനിലെ കുറച്ച് സ്ഥലങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. പക്ഷെ ഭയങ്കര സ്നോ സ്റ്റോമാണ്, മോശമാണ് കണ്ടീഷൻസ്. വഴിയിലെ നമുക്ക് ഒട്ടും വിസിബിലിറ്റി ഇല്ല. വണ്ടികളെല്ലാം ഭയങ്കര പതുക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ബിക്കോസ് റോഡ് മൊത്തം ഭയങ്കര സ്ലിപ്പറിയുമാണ്. നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് ആ ഒരു ബാഡ് ആയിട്ടുള്ള ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നമ്മൾ മെവാറ്റിൻ എത്തി. അപ്പോൾ ഇപ്പോഴാണ് നമ്മൾ ലഞ്ച് കഴിക്കുന്നത്. സമയം 4 മണിയായി. ഒരു കടകളും ഉണ്ടായിരുന്നില്ല, വഴി അങ്ങനെയായിരുന്നു. അപ്പം നമുക്കിപ്പോൾ ഒരു പെട്രോൾ സ്റ്റേഷനിലും പെട്രോൾ അടിക്കാനും ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കടയുണ്ടായിരുന്നു. അപ്പോൾ ഫിഷ് ആൻഡ് ചിപ്സ് ഓർഡർ ചെയ്തു. എന്നിട്ട് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കിലൂടെ പോകും. ഇന്നിപ്പോൾ ഈ വെതർ ഇങ്ങനെ ആയതുകൊണ്ട് നമുക്ക് എന്താണെന്ന് കാണാൻ പറ്റുമെന്നൊന്നും അറിയില്ല. പോകുന്ന വഴിയിൽ ഒന്നും കണ്ടു. എല്ലാവരും വേറെ ഇനിയൊന്നും പ്ലാൻ ചെയ്യുന്നില്ല. തിരിച്ച് റൂമിൽ പോകും. അപ്പോൾ അങ്ങനെ ഹലോ, ഇന്ന് നമ്മൾ ഐസ്ലാൻഡിലെ ലാസ്റ്റ് ഡേ ആണ്. ഇന്നത്തോടു കൂടെ നമ്മുടെ ഐസ്ലാൻഡ് ട്രിപ്പ് തീരാണ്. നാളെ ഏർലി മോർണിംഗ് ആണ് ഞങ്ങളുടെ ഫ്ലൈറ്റ്. നമ്മുടെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് വെയിൽ വാച്ചിങ് ആണ്. അത് അക്യുറേറി എന്ന് പറയുന്ന സ്ഥലത്താണ് വെയിൽ വാച്ചിങ്. സോ ഇവിടുത്തെ ഒരു സ്പോട്ടിന്ന് നമ്മളെ ആർട്ടിക് ഓഷന്റെ ഒരു റീജിയനിലോട്ട് കൊണ്ടുപോകും. അവിടെ അവർക്ക് വെയിൽസ് വരുന്ന ഒരു ഭാഗം ഭയങ്കര പെർട്ടിക്കുലർ ആയിട്ട് അറിയാം. ആൻഡ് അവിടെ നിന്നാണ് നമ്മളെ വെയിലിനെ കാണിക്കുന്നത്. സോ നമ്മൾ അങ്ങോട്ട് പോകും. എന്നാ അത് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡേ തീരാണ്. നമ്മൾ ഇനി വേറെ ആക്ടിവിറ്റീസ് ഒന്നുമില്ല. വെയിൽ വാച്ചിങ്ങിന് വേണ്ടിയിട്ട് പോവാണ്. ബോട്ട് സ്റ്റാർട്ട് ചെയ്തു. ഇവർക്ക് അറിയാം ഒരു പോയിന്റ് വെയിൽ എവിടെയാണ് വരുന്നതെന്നുള്ളത്. ആ ഭാഗത്തേക്കാണ് നമ്മൾ കൊണ്ടുപോവുക. Afterwards, you guys can spread out. You can go to the front, you can go outside, anywhere like. Sounds good? Sweet. Now, safety. If we have an emergency, we've got one gathering point, okay? It's out here on the back. So you go outside to the right or the left, and then up from the top. So that's where we assemble in the case of an emergency, okay? It's because that's where we have our life rafts as well. Easiest place to escape, basically, right? Now on both sides of the boat, we've got life rings.
So if someone falls in the water, you take them out if you're standing next to it, because the water is pretty cold. It's about maybe 3 or 4 degrees Celsius. No swimming. So you just take it and throw it in the water next to the person, right? Not directly at them, the things are heavy, right? And knock them out. But don't worry about it. It hasn't happened in the history of our company, so unless you want to make it in the record books, you can go swimming today, but I wouldn't recommend it. അപ്പൊ നമ്മള് അങ്ങനെ ബോട്ട് സ്റ്റാർട്ട് ചെയ്തു. നമ്മള് ഓഷ്യനിലോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു ഫുൾ 3 hours ഒരു ആക്ടിവിറ്റി ആണ്. മോസ്റ്റ്ലി കാണുന്നുണ്ടാവുന്നാണ് ഇപ്പൊ നമ്മുടെ ഗൈഡും പറഞ്ഞത്. ഇപ്പൊ നമ്മളിപ്പോ ടൈം എന്ന് പറയുന്നത് 9:30 ആണ്. ഒരു 12:30 വരെയൊക്കെ ആയിരിക്കും ആക്ടിവിറ്റി എനിക്ക് തോന്നുന്നു. നല്ല സേഫ് ആണ്, കുഴപ്പമൊന്നുമില്ല. അപ്പൊ നമ്മളിനി വെയിലിൽ കാണുമ്പോ ബാക്കിയുള്ള വീഡിയോ എടുക്കാം. ചെറിയ ടെൻഷൻ ഉണ്ടോ? ഭയങ്കര ടെൻഷൻ ഉണ്ട്. എനിക്ക് ഇത്രയും വെള്ളം പൊഴിപ്പിച്ച് കാണുമ്പോൾ പേടിയാണ്. നീന്താൻ അറിയാത്തവർക്ക് മനസ്സിലാവുന്നുണ്ടാവും. ചെറുപ്പത്തിലെ നീന്തൽ പഠിക്കേണ്ടതായിരുന്നു. അത് വല്ലാത്ത നഷ്ടമാണ്. തേടിയ വള്ളി കാലി ചുറ്റി എന്ന് പറയുന്ന പോലെ ഉൾക്കടലിലേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ തിമിംഗലം ഇങ്ങോട്ട് വന്നിരുന്നു. ഈ ഒരു കാലാവസ്ഥയിൽ ഉൾക്കടലിലോട്ട് കൊണ്ടുപോകുന്നത് റിസ്ക് ഉള്ളൊരു പരിപാടി ആയതുകൊണ്ട് ബോട്ട് അവിടെ തന്നെ നിർത്തിയിട്ടു. കിട്ടിയോ? ജീവിതകാലം മൊത്തം ഓർത്തിരിക്കാൻ ഒരു കൂട്ടം അനുഭവങ്ങളും അത്ഭുതങ്ങളും ഐസ്ലൻഡ് ഞങ്ങൾക്ക് സമ്മാനിച്ചു. അതൊരു പരിധിവരെ നിങ്ങളിലോട്ടും എത്തിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഐസ്ലാൻഡ് വ്ളോഗുകൾ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.